ഹായ് സ്റ്റുഡൻസ്. അപ്പൊ നമ്മൾ പ്രീവിയസ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ജെയിംസ് മില്ലിന്റെ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷിന്റെ ബുക്കിനെ കുറിച്ചും ആ ഒരു ബുക്ക് പീരിയഡൈസ് ചെയ്തിട്ടുള്ള ക്രോണോളജിക്കൽ ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഈവന്റ്സിനെ കുറിച്ചുമായിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് സർവേസിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് അല്ലെ. എന്താണ് സർവേ എന്ന് പറയുന്നത്? ഇപ്പൊ മക്കളെ വീടുകളിലും നിങ്ങൾക്ക് അറിയാം എന്താണ് സർവേക്ക് വേണ്ടിയിട്ട് ആളുകൾ വരുന്നത് എന്തൊക്കെയാണ്, എത്ര ആളുകളുണ്ട് വീട്ടില് കിണർ അല്ലെങ്കിൽ കോർപ്പറേഷൻ പൈപ്പ്, അങ്ങനെ എന്തൊക്കെയാണ് കൂടുതലായിട്ടുള്ളത്, ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വരാറില്ലേ സർവേക്കാര്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് പണ്ടത്തെ കാലഘട്ടത്ത് സർവേസ് എന്ന് പറയുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ മക്കളെ. ഓക്കെ, the practice of surveying also became common under the colonial administration. അപ്പം മക്കൾ ഓർക്കുക, പണ്ട് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ തന്നെ ഈ സർവേസ് നിലനിന്നിരുന്നു എന്നുള്ളത് ഓർക്കുക കേട്ടോ. ആൻഡ് the British believed that a country had to be popularly known before it could be effectively administered. ബ്രിട്ടീഷുകാരുടെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു കൺട്രി എല്ലാ രീതിയിലും പ്രസിദ്ധമാകുന്നത് എപ്പോഴാണ്? അത് പ്രോപ്പർലി അത് ആര് ഭരിക്കുന്നു നല്ല രീതിയിൽ, അപ്പോഴാണ് ആ ഒരു കൺട്രി നല്ല രീതിയിൽ സിവിലൈസ്ഡ് ആവുള്ളൂ എന്നുള്ള ഒരു ബിലീഫ് ആയിരുന്നു ആരുടെ ഉള്ളില് മക്കളെ? ബ്രിട്ടീഷുകാരുടെ ഉള്ളില്. ഓക്കെ, ഇറ്റ് ഈസ് ദ കസ്റ്റർഡ് ആപ്പിൾ പ്ലാൻ. 1770s കസ്റ്റർഡ് ആപ്പിൾ നിങ്ങൾക്ക് അറിയല്ലോ. ഇപ്പോ ഉള്ള കസ്റ്റർഡ് ആപ്പിള് ഇപ്പോ പലർക്കും ഇഷ്ടമാണ്, വലിയ രീതിയിൽ ഇഷ്ടമാണ് അല്ലെ, വളരെ സ്വീറ്റ് ആണ് കസ്റ്റർഡ് ആപ്പിൾ അല്ലെ. അപ്പൊ അന്നത്തെ കാലഘട്ടത്ത് 1770s കസ്റ്റർഡ് ആപ്പിളിന്റെ പ്ലാന്റിന്റെ ഒരു പിക്ചർ ആണ് കേട്ടോ. ഓക്കെ, ബൈ ദ ഏർലി 19th century എന്ന് വെച്ചാല് 19ാം നൂറ്റാണ്ടിന്റെ തുടക്കമാണെന്ന് മക്കൾ ഓർക്കുക. ഓക്കെ, the surveys were being carried out to map the entire country. പണ്ട് കാലത്ത് സർവേസ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ സർവേസ് എന്ന് പറയുമ്പോ പണ്ട് കാലത്ത് നമ്മൾ പറഞ്ഞല്ലോ പല കാര്യങ്ങളും ഇങ്ങനെ എഴുതി വെച്ചിരുന്നു. അതുപോലെ തന്നെ സർവേ ഒരു പ്രധാന റോള് പ്ലേ ചെയ്ത ഒരു സംഗതിയായിരുന്നു സർവേ എന്ന് പറയുന്നത്. എല്ലാ തരത്തിലുള്ള രാജ്യത്തിന്റെ പല ഡീറ്റെയിൽസും അറിയാൻ വേണ്ടി സർവേ നടത്തിയിരുന്നു അന്നത്തെ കാലഘട്ടത്ത്. എങ്ങനെ ഈ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നതിനും ആ ഒരു ടൈമിന് തന്നെ സർവേസ് ഉണ്ടായിരുന്നു. ഏത് റൂളറാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള മാറ്റങ്ങളാണെന്നൊക്കെ ഇതാക്കിയ സർവേക്കാർ ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു കാലഘട്ടം അല്ലെ. എന്തൊക്കെയായിരുന്നു ആ ഒരു സർവേസ് മെയിൻലി എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് നോക്കിയാലോ. ഇറ്റ് ഈസ് ടു നോ ദ ടോപ്പോഗ്രഫി. അന്നത്തെ ടോപ്പോഗ്രഫി, എന്തൊക്കെ തരത്തിലുള്ള സോയിൽ ക്വാളിറ്റി, ഫ്ലോറ, ആ ഒരു കാലഘട്ടത്ത് ഓരോ കാലഘട്ടത്തും ഏത് തരത്തിലുള്ള ജീവജാലങ്ങളാണ്, മണ്ണിന്റെ ഫലഭൂഷ്ഠത, ഏത് ടൈപ്പ് ഓഫ് സോയിലാണ് പല റീജിയൻസിലും എക്സിസ്റ്റ് ചെയ്തതെന്നൊക്കെയാണ് സർവേ നടത്തിയിരുന്നത്. പിന്നെ ലോക്കൽ ഹിസ്റ്ററീസ് അല്ലെ, എന്ന് വെച്ചാൽ അന്നത്തെ കാലഘട്ട ചരിത്രപരമായിട്ടുള്ള എന്ത് സംഭവങ്ങൾ നിലനിന്നിരുന്നു എന്നൊക്കെ സർവേ നടത്തിയിരുന്നു. പിന്നെ അന്നത്തെ കാലഘട്ടത്തിൽ എന്ത് ടൈപ്പ് ഓഫ് ക്രോപ്പിംഗ് പാറ്റേൺ, എന്ത് ടൈപ്പ് ഓഫ് അഗ്രികൾച്ചറൽ പാറ്റേൺ ആണ് അവർ ചൂസ് ചെയ്തത്. പണ്ട് കാലത്ത് നമ്മളെല്ലാം ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ടൂൾസ് യൂസ് ചെയ്തു, ഇപ്പൊ നമ്മൾ ട്രാക്ടേഴ്സ് യൂസ് ചെയ്തു. അങ്ങനെ ഒരു സർവേ നടത്തി എന്നാണ് പറയുന്നത്. അപ്പൊ സർവേ എന്ന് പറയുന്നത് നമ്മുടെ എൻറ്റയർ കൺട്രി അല്ലെ, നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ വിധത്തിലുള്ള രീതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അത് ഫോക്കസ് ചെയ്യുന്നതെന്നാ പറഞ്ഞത് ഈ സർവേ. ഇറ്റ് ഈസ് സോയിൽ ക്വാളിറ്റി, ഫ്ലോറ ആൻഡ് ഫോണ, പിന്നെന്തൊക്കെയാ മക്കളെ? ലോക്കൽ ഹിസ്റ്ററീസ് ആൻഡ് ക്രോപ്പിംഗ് പാറ്റേൺ എന്ന് ഓർക്കുക കേട്ടോ. ഓക്കെ, the botanical gardens and natural history museums established by the British collected plant specimens and information about their uses. ഇപ്പൊ നിങ്ങൾക്കറിയാം ബൊട്ടാനിക്കൽ ഗാർഡൻസിലും അതുപോലെ തന്നെ മ്യൂസിയത്തിലൊക്കെ പോകുമ്പോ പല പ്ലാന്റ് സ്പീഷീസിന്റെയും പേര് നമുക്ക് അറിയുന്ന പ്ലാന്റ് ആയിരിക്കും, പക്ഷെ അത് യൂറോപ്യൻ ലാംഗ്വേജസിൽ ഉൾപ്പെടുത്തുമ്പോ അത് ഒരു കോംപ്ലക്സ് ലാംഗ്വേജ് ആയി മാറാറുണ്ട് അല്ലെ. ഇപ്പൊ നമ്മള് ഇപ്പൊ നിലമ്പൂർ ടീക്ക് മ്യൂസിയത്തില് ഫോർ എക്സാമ്പിൾ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പല മ്യൂസിയത്തിലും നിങ്ങൾ പോയിട്ടുണ്ടാവില്ല, അങ്ങനെ പ്ലാന്റ് സ്പെസിമെൻ, അതുപോലെ തന്നെ ഫ്ലവർ ഷോയിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം അല്ലെ. പല ഫ്ലവേഴ്സ് നമുക്കറിയുന്ന പേരായിരിക്കില്ല, ചിലപ്പോൾ യൂറോപ്യൻ നാഷൻസിൽ അത് വേറെ പേരിലായിരിക്കും അറിയപ്പെടും, വേറെ സ്റ്റാൻഡേർഡ് നെയിംസ് ഉണ്ടാവും അതിനല്ലേ, ഇങ്ങനെ സയന്റിഫിക് നെയിംസ് ഉണ്ടാവും. അതായിരിക്കും പലതിലും ഇങ്ങനെ പ്ലാന്റ്സിന്റെ അടുത്ത് എന്ത് ചെയ്യുക അവര് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവുക. ഓക്കെ,
ലോക്കൽ ആർട്ടിസ്റ്റ് were asked to draw pictures of these specimens. അല്ലെ, ഈ ഒരു സ്പെസിമെൻസിന്റെ പിക്ചേഴ്സ് ഒക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ പണ്ടത്തെ ആളുകൾ ഉണ്ട്. അതിനൊക്കെ ആർട്ടിസ്റ്റുകൾ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. പിന്നെന്താണ്, historians are now looking at the way such information was gathered and what this information reveals about the nature of colonialism. അപ്പൊ പണ്ടത്തെ ഹിസ്റ്റോറിയൻസ് ഇങ്ങനെ സർവേ നടത്തിയ ആളുകളുടെ കൈമ്പിൽ കൂടുതൽ ഇതിന്റെ റെക്കോർഡ്സ് ഉണ്ടാവും. ആ റൂളേഴ്സിന്റെ ഒക്കെ ഭരണ രീതികളെ കുറിച്ചൊക്കെ അവർ കറക്റ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്നതൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ എന്താണ് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷന്റെ അവരുടെ എല്ലാവിധത്തിലെ ഇൻഫോർമേഷനും ഒക്കെ ഈ സർവേസിൽ മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്ത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ ഫ്രം ദ എൻഡ് ഓഫ് 19th century അങ്ങനെ സർവേസിന്റെ കാലം പോയി. പിന്നെ 19ാം നൂറ്റാണ്ടിന്റെ അവസാനം എന്തിന്റെ വരവായിരുന്നു? അത് കഴിഞ്ഞ് സെൻസസ് ഓപ്പറേഷൻസ് നടന്നു. എപ്പോ എവറി 10 years സെൻസസ് നടപ്പിലാക്കണം. സർവേന്റെ വേറൊരു പേരാണ് സെൻസസ് എന്ന് പറയുന്നത്. എല്ലാ ഡീറ്റെയിൽസ് കവർ ചെയ്യുന്ന തരത്തിൽ എല്ലാ വർഷം തോറും സെൻസസ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള നിയമം വന്നു. ഓക്കെ, this prepare detailed records of number of people in all എത്ര ആളുകളുണ്ട് ഓരോ ഇന്ത്യയിലെ പ്രൊവിൻസസില്. അതുപോലെ നോട്ടിംഗ് ഇൻഫോർമേഷൻ ഓൺ കാസ്റ്റ്, റിലീജിയൻ ആൻഡ് ഒക്യുപ്പേഷൻ. ആ ഓരോ ലിസ്റ്റ് തയ്യാറാക്കും. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ പല പല പ്രൊവിൻസസിൽ എത്ര ആളുകളുണ്ട്, അവരുടെ കാസ്റ്റ് എന്താണ്, റിലീജിയൻ എന്താണ്, എഡ്യൂക്കേഷൻ എന്താണ്, ഏജ് എന്താണെന്നൊക്കെ സെൻസസുകാർ ഇപ്പൊ വീടുകളിൽ സെൻസസിന് വേണ്ടി ആളുകൾ വരാറുണ്ട് അല്ലെ. അപ്പൊ എത്ര ആളുകളുണ്ട് വീട് ചോദിക്കും അല്ലെ, നമ്മുടെ ഹൗസ് നമ്പർ ചോദിക്കും, പിന്നെ നമ്മുടെ ഏജ്, എഡ്യൂക്കേഷൻ, ഇപ്പൊ എന്തെങ്കിലും ഒക്യുപ്പേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു വരുന്നവരെ മക്കൾക്ക് അറിയില്ലേ. അതുപോലെ തന്നെയായിരുന്നു സെൻസസിന്റെ രീതിയിൽ അന്നത്തെ ആ കാലഘട്ടം തൊട്ട് ഇതുവരെ അങ്ങനെയുള്ള ചേഞ്ചസ് ആണ് അല്ലെ. ഓക്കെ, എന്തൊക്കെ ടൈപ്പ് ഓഫ് സർവേസ് ആണ് നടന്നിരുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ മക്കളെ. ഫസ്റ്റ് വൺ, ബോട്ടാനിക്കൽ സർവേസ്. എന്താണ് ബോട്ടാനിക്കൽ സർവേസ് എന്ന് പറയുന്നത്? ഇപ്പൊ ബോട്ടാനിക്കൽ ഗാർഡൻസിൽ പല രീതിയിലുള്ള സ്പെസിമെൻസ് വന്നു എന്ന് പറഞ്ഞില്ലേ ബ്രിട്ടീഷുകാരുടെ വരവോടെ. അവർ ഓരോ ദിനം പല സയന്റിഫിക് നെയിംസ് കൊടുത്തിട്ടാണ് ഓരോ നെയിംസ് ഇതാക്കിയത്. ബോട്ടാനിക്കൽ സർവേസ് നടത്താറുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ബോട്ടാനിക്കൽ ഗാർഡൻസിൽ പോകുമ്പോൾ നമ്മൾ ഓരോന്നിനെ കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്യാറുണ്ട്, ഓരോന്നും നമ്മൾ നോട്ട് ചെയ്യും ഓരോ നെയിംസ് ഒക്കെ. അത് ബോട്ടാനിക്കൽ സർവേ. അതുപോലെ തന്നെ സുവോളജിക്കൽ സർവേസ്, ഓരോ ഫ്ലോറ ആൻഡ് ഫോണന്റെ സർവേസ് നമ്മൾ നടത്താറുണ്ട്. അവരുടെ നെയിംസ് പല രീതിയിലായിരിക്കും. സയന്റിഫിക് നെയിംസിലേക്ക് വരുമ്പോൾ ആർക്കിയോളജിക്കൽ സർവേ, ആർക്കൈവ്സിലൊക്കെ പോയിട്ട് നമ്മൾ പലതരത്തിലുള്ള സർവേ നടത്താറുണ്ട്. പിന്നെന്താണ് ആന്ത്രപ്പോളജിക്കൽ സർവേ, നമ്മൾ സോയിലിലൊക്കെ എക്സ്കവേഷൻ നടത്തിയിട്ട് പല പല അല്ലെ മൂല്യം നിറഞ്ഞിട്ടുള്ള ഓരോ എക്സ്കവേഷൻ നടത്താറില്ലേ പണ്ടത്തെ ആളുകൾ. ഇങ്ങനെ ഓരോ നിധിയൊക്കെ കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ആന്ത്രപ്പോളജിക്കൽ സർവേസ് ആണ് അതൊക്കെ. പലതരത്തിലുള്ള അന്നത്തെ റൂളർ, ഭരണാധികാരി യൂസ് ചെയ്ത വാളർ അല്ലെ, വാളും പരിചയം, അങ്ങനെ അന്നത്തെ ആളുകൾ യൂസ് ചെയ്തിരുന്ന പല രീതിയിലുള്ള സാധനങ്ങൾ, അന്ന് അഗ്രികൾച്ചർ ടൂൾസ്, അതൊക്കെ ഒരു ഇതിൽ അവർ എക്സ്കവേറ്റ് ചെയ്യുന്നതൊക്കെ ആന്ത്രപ്പോളജിക്കൽ സർവേസിൽ പെടും. പിന്നെ ഫോറസ്റ്റ് സർവേസും ഉണ്ട്. എന്തൊക്കെ ടൈപ്സ് ഓഫ് സർവേസ് ആണ് മക്കളെ? ഫസ്റ്റ് വൺ ബോട്ടാനിക്കൽ സർവേസ്, സെക്കൻഡ് വൺ സുവോളജിക്കൽ സർവേസ്, തേർഡ് വൺ archaeological survey, fourth one anthropological survey, and fifth one it is forest surveys. Okay, what official records did not tell? എന്താണ് ഇപ്പത്തെ കുറെ റെക്കോർഡ്സ് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയും, പക്ഷെ ചില കാര്യങ്ങൾ അത് പറയാറുമില്ല. എന്താണ്? when we begin to search for these other sources we find them in plenty, though they are more difficult to get than official records. നമ്മൾ എന്തിനേയും കുറിച്ച് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അത് കുറെ ഇതുണ്ടാവും, കുറെ കാര്യങ്ങൾ ഉണ്ടാവും, പക്ഷെ അതിന്റെ ഒക്കെ ശരിക്കുമുള്ള റെക്കോർഡ്സ് കിട്ടുക എന്ന് പറയുന്നത് അത്രയ്ക്കും ബുദ്ധിമുട്ടാണ് അല്ലെ. നമ്മളൊരു റിസർച്ചിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുമ്പോൾ ഏതെങ്കിലും ടോപ്പിക് റിസർച്ച് ചെയ്യുമ്പോൾ അത് ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സൈറ്റ് ആണെന്ന് ആലോചിക്കുക. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ അവിടെ പോയിട്ട് അവിടെയുള്ള ആളുകളുമായിട്ട് ചോദിക്കുമ്പോൾ അവർക്ക് കിട്ടിയ അറിവ് എന്ന് പറയുമ്പോൾ അവരുടെ പിന്മുറക്കാർ പറഞ്ഞിട്ടുള്ള കഥകളായിരിക്കും. നമ്മൾ അതൊക്കെ റെക്കോർഡ് ചെയ്യും. എന്തെങ്കിലും അതിന്റെ കറക്റ്റ് റെക്കോർഡ് കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ അത് ബുദ്ധിമുട്ടല്ലേ അല്ലെ. വി ഹാവ് ഡയറീസ് ഓഫ് പീപ്പിൾ. അന്നത്തെ കാലഘട്ടത്തിൽ രാജാക്കന്മാർ എഴുതിയിട്ടുള്ള ഡയറീസ് ഒക്കെ ആർക്കൈവ്സ് പോയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും. പിന്നെ അക്കൗണ്ട്സ് ഓഫ് പിലിഗ്രിംസ് ആൻഡ് ട്രാവലേഴ്സ്. ഇപ്പൊ മക്കൾക്ക് അറിയാം, ഇപ്പൊ നമ്മള് തമിഴ്നാട്ടിലുള്ള ടൂറിസ്റ്റ് സൈറ്റിലൊക്കെ അല്ലെങ്കിൽ ടെമ്പിൾസിലൊക്കെ പോകുമ്പോ അവിടെയുള്ള അവിടെയുള്ള
നമ്പൂതിരിമാര് ഒക്കെ എന്ത് ചെയ്യും, ആ ഒരു 2000 വർഷത്തോളം പഴക്കമുള്ള ടെമ്പിൾസ് ഒക്കെ ഉണ്ട് തമിഴ്നാട്ടില്. ഫോർ എക്സാമ്പിൾ സുചീന്ദ്രൻ താണുമല എന്ന് പറയുന്ന ഒരു ടെമ്പിൾ ഉണ്ട് തമിഴ്നാട്ടില്. അത് 2000 വർഷങ്ങൾക്ക് മുമ്പേ സ്ഥാപിച്ചിട്ടുള്ള ഓരോ ഐഡോൾസും അവിടെയുള്ള പ്രതിഷ്ഠകൾ എന്ന് പറയും അത്രയും ഇതായിട്ട് അന്നത്തെ കൊത്തുപണിക്കാർ അത്രയും കഷ്ടപ്പെട്ട് ഇതാക്കിയിട്ടുള്ള ഓരോ പ്രതിഷ്ഠകളാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഓരോ സ്റ്റോറീസ് അവർക്ക് അറിയാം. ഓരോ പൂജാരും ഓരോ ടൂറിസ്റ്റേഴ്സ് വരുമ്പോൾ അവരെന്ത് ചെയ്യും, അത് അനലൈസ് ചെയ്ത് പറയും അല്ലെ. അതൊക്കെ അവരുടെ പിന്മുറക്കാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളോട് അവർ പറയുന്നത്. പക്ഷെ നമുക്ക് അതിനുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്, നമ്മൾ ഒഫീഷ്യൽ റെക്കോർഡ്സ് നമ്മുടെ കൈമിലില്ല. നമ്മൾ അവര് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ വേറൊരാളോട് പറയുന്നത് അല്ലെ. ഓക്കെ. And popular booklets that were sold in the local bazaars. പിന്നെ ഓരോ അമ്പലങ്ങളെ ഓരോ ഫെസ്റ്റിവൽസിനെ കുറിച്ചുള്ള ബുക്കിലൊക്കെ അതിന്റെ സ്റ്റോറി ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മളിപ്പോ ഗുരുവായൂർ ടെമ്പിളിൽ പോകുമ്പോൾ എന്താണ് അതിന്റെ വാൾസിലൊക്കെ അതിന്റെ സ്റ്റോറീസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇന്നത്തെ ഇങ്ങനെ ഉള്ള കാര്യങ്ങളാണ് പണ്ടത്തെ കാലഘട്ടത്തെ കൃഷ്ണനെ കുറിച്ച് ഓരോ സ്റ്റോറീസ് ഒക്കെ നിലനിന്നിരുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും അല്ലെ. ഓക്കെ. അപ്പൊ എന്താണ് ഒഫീഷ്യൽ റെക്കോർഡ്സ് നമുക്ക് കിട്ടാൻ പാടാണ്. നമുക്ക് മെയിൻലി നമുക്ക് ഡയറീസ് ഓഫ് പീപ്പിൾ, ട്രാവലേഴ്സ്, പിലിഗ്രിംസ് വഴിയൊക്കെ ഓട്ടോബയോഗ്രഫീസോ ഒക്കെ വഴിയാണ് നമുക്ക് അതിന്റെ ഓരോ ചെറിയ ഇൻഫോർമേഷൻ കിട്ടുന്നത്. അല്ലാതെ കറക്റ്റ് ഡോക്യുമെന്റ് തേടിപ്പോയാൽ നമുക്ക് അത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ മക്കളെ. ഓക്കെ. ഈ ഒരു ചിത്രം നോക്കുക. ഇത് പറയുന്നത് മാപ്പിംഗ് ആൻഡ് സർവേ ഓപ്പറേഷൻസ് ഇൻ പ്രോഗ്രസ് ഇൻ ബംഗാൾ അല്ലെ. എന്ന് വെച്ചാല് ബംഗാളില് നടത്തിയിട്ടുള്ള ഒരു സർവേ ഓപ്പറേഷന്റെ ഒരു പിക്ചറാണ്. ഈ ഡ്രോ ചെയ്ത ജെയിംസ് പ്രിൻസപ്പ് ആണ് 1832. ഈ ഒരു സർവേ ഓപ്പറേഷൻ നടന്നിട്ടുള്ളത് ബംഗാളിലാണ്. ഓക്കെ. അതിന്റെ ഒരു ചിത്രമാണ് കേട്ടോ. ഇറ്റ് ഈസ് ദ റിബൽസ് ഓഫ് 1857 ബാറ്റിൽ ഓഫ് പ്ലാഷിന്റെ ഒരു ചിത്രമാണ് ഈ ഒരു പിക്ചർ. ഓക്കെ. This image can be found in several illustrated books. അല്ലെ, പല ഫേമസ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ബുക്സിൽ നിങ്ങൾ ഈ ഒരു ഇമേജ് കണ്ടിട്ടുണ്ടാവും അല്ലെ. എന്താണ് ആ ഒരു ഇത് നോക്കിയാൽ ഇറ്റ് ഈസ് 1857 റിബല്യനെ കുറിച്ചാണ്. ഇതില് എന്താണ് കാണുന്നത്, ഇതിന്റെ ക്യാപ്ഷൻ കൊടുത്ത് നോക്കുക. ഇറ്റ് ഈസ് താഴെ കൊടുത്തതാണ്. എന്താണ് കൊടുത്തത്? The mutinous sepoys share the loot. In British representation, the rebels appear as greedy, vicious and brutal. എന്ന് വെച്ചാല് ബ്രിട്ടീഷ് റെപ്രസെന്റേഷൻ എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരാണ് അവരുടെ ശത്രുക്കൾ, അവരെ എന്തായിട്ടാണ് കാണുക? ഗ്രീഡി ആയിട്ടുള്ള ആളുകള്, അതുപോലെ തന്നെ വീഷ്യസ് ആയിട്ടുള്ള അല്ലെ, അല്ലെങ്കിൽ ബ്രൂഷ്യൽ ആയിട്ടുള്ള ആളുകളായിട്ടാണ് അവർ കാണുന്നത് അല്ലെ. ആസ് പ്രിന്റിംഗ് സ്പ്രെഡ്, അങ്ങനെ പ്രിന്റിംഗ് പ്രസ് വന്ന ഒരു കാലഘട്ടം അല്ലെ. മാനുസ്ക്രിപ്റ്റിന്റെ ഇതൊക്കെ കഴിഞ്ഞു, കാലഘട്ടം കഴിഞ്ഞു, അങ്ങനെ പ്രിന്റിംഗ് പ്രസ് വന്നു. നമ്മൾ പറഞ്ഞു പണ്ടത്തെ കാലഘട്ടത്തെ ഈ ഹിസ്റ്റോറിക്കൽ ചരിത്രപരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ എവിടേക്കാണ് പോയിരുന്നത്? മെയിൻലി അത് നടന്നിട്ടുള്ള എന്ന് വെച്ചാൽ റെക്കോർഡ് റൂംസ് ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാർക്ക്, അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്സിന്റെ ബിസൈഡില്. പിന്നെയാണ് മ്യൂസിയംസ്, ആർക്കൈവ്സ് ഒക്കെ വന്നത്. പണ്ട് കാലത്ത് ഈ കാലിയോഗ്രാഫിസ്റ്റ് എന്ന് പറയുമ്പോൾ ആരായിരുന്നു മക്കളെ? വളരെ ബ്യൂട്ടിഫുൾ റൈറ്റിംഗ് ഉണ്ടായിരുന്ന ആളുകളായിരുന്നു അല്ലെ. അവരതൊക്കെ കോപ്പി ചെയ്തിരുന്ന കാലഘട്ടമായിരുന്നു. പിന്നെയാണ് എന്തിന്റെ വരവ് മക്കളെ? പ്രിന്റിംഗ് പ്രസ് വന്നതും പിന്നെ പ്രിന്റഡ് കോപ്പീസ് നമുക്ക് കിട്ടി അല്ലെ. ഓക്കെ. അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന്റെ ബുക്ക് എന്തെങ്കിലും എവിഡൻസ് വേണമെങ്കിൽ ഈ ഡോക്യുമെന്റ്സ് ആണ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുക അല്ലെ. ലീഡേഴ്സ് ആൻഡ് റിഫോമേഴ്സ് wrote to spread their ideas, poets and novelists wrote to express their feelings. അങ്ങനെ ഈ ലീഡേഴ്സിന്, ഭരണാധികാരികൾക്ക് ഇങ്ങനത്തെയുള്ള എവിഡൻസ് ഒക്കെ കിട്ടുന്നത് എങ്ങനെയാണ്? ഈ ബുക്സിലൂടെ, അവർ വായിച്ചിട്ടുള്ള ബുക്സിലൂടെയൊക്കെയാണ് ഓരോ ഐഡിയൽസ് കിട്ടുന്നത്. അങ്ങനെയാണ് അവർ പത്രസമ്മേളനത്തിനിടെ പല ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ഉൾപ്പെടുത്തുന്നത്. ഇത്തരം പ്രിന്റഡ് ഡോക്യുമെന്റ്സ് അവരുടെ കയ്യിൽ ഉണ്ടായിട്ടാണ് അല്ലെ. പിന്നെന്താ, ഈ പോയിറ്റ്സ്, നോവലിസ്റ്റ് ഒക്കെ അന്ന് ഓരോ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുള്ള പോയിറ്റ്സ് എന്താണ് അവരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള സംഭവങ്ങൾ അവര് കുത്തിക്കൊടുക്കും. അതൊക്കെ അവരെന്താണ് പല റെക്കോർഡ്സും അവർ എന്ത് ചെയ്തിട്ടാണ്, കളക്ട് ചെയ്തിട്ടാണ് അല്ലെ. അവര് വായിച്ചിട്ടുള്ള പല പുസ്തകത്തിലൂടെയാണ് അവർക്ക് ഒരു അറിവ് അവർക്ക് കിട്ടുന്നത് അല്ലെ. ഓക്കെ. All the sources, however, were produced by those who were
ലിറ്ററേറ്റ്, ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഡോക്യുമെന്റ്സ്, റെക്കോർഡഡ് ആയിട്ടുള്ള ബുക്സ് എല്ലാം എഴുതുന്നത് ആരാണ് മക്കളെ? ലിറ്ററേറ്റ് ആയിട്ടുള്ള, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് എഴുതുന്നത് അല്ലെ. ആൻഡ് ഫ്രം ദീസ് വി വിൽ നോട്ട് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ഹിസ്റ്ററി വാസ് എക്സ്പീരിയൻസ്ഡ് ആൻഡ് ലിവ്ഡ് ബൈ ദ ട്രൈബൽസ് ആൻഡ് പെസൻസ് അല്ലെ. നമുക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്താണ്, എങ്ങനെയാണ് ഹിസ്റ്ററിയിൽ അതുപോലെ ചരിത്രപരമായിട്ട് ഈ പെസൻസിന്റെ, ട്രൈബൽസിന്റെ ജീവിതമൊക്കെ എങ്ങനെയൊക്കെയാണ് അവർ ഡെപിക്ട് ചെയ്തത് എന്നുള്ളത്. ആൻഡ് ദ വർക്കേഴ്സ് ഇൻ ദ മൈൻസ് ഓർ പോർ ഓൺ ദ സ്ട്രീറ്റ്സ് അല്ലെ. ഫ്രം ദിസ് വി വിൽ നോട്ട് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ഹിസ്റ്ററി വാസ് എക്സ്പീരിയൻസ് ആൻഡ് ലീവ്ഡ് ബൈ ദ ട്രൈബൽസ് അല്ലെ. നമുക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ അവരെ അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ഒരു ട്രൈബൽസിന്റെ പെസൻസിന്റെ ഒക്കെ കാലഘട്ടം. പക്ഷെ ഇനിയും കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളും ഉണ്ടാവും ചരിത്രത്തിൽ അല്ലെ. അവരപ്പൊ കണ്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും എഴുതി കുറിക്കുന്നത് അല്ലെ. അത് പിന്നെ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ്സ് ആയി അല്ലെങ്കിൽ ടെക്സ്റ്റ് ആയി വരുന്നത്. പക്ഷെ ഇനിയും ആ പെസൻസിന്റെയും ട്രൈബൽസിന്റെയും ലൈഫ് മനസ്സിലാക്കാനുണ്ട് അല്ലെ. വർക്കേഴ്സ് ഇൻ ദ മൈൻസ്, അതുപോലെ തന്നെ സ്ട്രീറ്റ് ഒക്കെ കൂടുതലായിട്ട് അനലൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നു. ഗെറ്റിംഗ് ടു നോ ദി ലൈഫ് ഇസ് മോർ ഡിഫിക്കൽട്ട് ടാസ്ക്. ഇനിയും കൂടുതൽ നമുക്ക് പുറമേയുള്ള കാഴ്ചകളെ നമുക്ക് അറിയുള്ളൂ, പക്ഷേ അകമേയുള്ള കാഴ്ചകള്, അവരുടെ മൈൻഡ് സെറ്റിലുള്ള ഓരോ ഡിഫിക്കൽട്ടീസ് ഒക്കെ അറിയാൻ ഇനിയും കൂടുതൽ കഠിനമായി പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു. അതത്രയും നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതല്ല. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടാസ്ക് എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞത്. ഓക്കെ, ഒഫീഷ്യൽ റെക്കോർഡ്സ്. അതിനു മുന്നേ നമ്മൾ പറഞ്ഞത് സർവേസിനെ കുറിച്ചാണ്. എന്തൊക്കെ ടൈപ്സ് ഓഫ് സർവേസ് ആണ് നിലനിന്നിരുന്നത് അല്ലെ. എന്തൊക്കെ ടൈപ്സ് ഓഫ് സർവേസ് ആയിരുന്നു നിലനിന്നിരുന്നത്? സർവേ എന്ന് പറയുമ്പോൾ അന്നത്തെ കാലഘട്ടത്തെ മെയിൻലി എന്തൊക്കെ കാര്യങ്ങളാണ് അതിലുണ്ടായിരുന്നത് എന്നാണ് ടീച്ചർ പറഞ്ഞത്. പറഞ്ഞേ, ഫസ്റ്റ് വൺ എന്താണ്? ഇറ്റ് ഈസ് സർവേ അബൌട്ട് സോയിൽ ക്വാളിറ്റി. പിന്നെ എന്താണ്? സെക്കൻഡ് വൺ ഫ്ലോറ ആൻഡ് ഫോണ. പിന്നെ തേർഡ് വൺ ലോക്കൽ ഹിസ്റ്ററീസ്. ആൻഡ് ഫോർത്ത് വൺ ഇറ്റ് ഈസ് ക്രോപ്പിംഗ് പാറ്റേൺ എന്ന് ഓർക്കുക. ഇതിനെ കുറിച്ചൊക്കെ സർവേ നടത്തിയിരുന്നു. അതുകൂടാതെ ബോട്ടാനിക്കൽ എന്തൊക്കെ ടൈപ്സ് ഓഫ് സർവേസ് ആണ്? പിന്നെ സർവേസ് എന്ന് പറയുമ്പോ പല ടൈപ്സ് ഓഫ് സർവേസ് ഉണ്ടായിരുന്നു അല്ലെ. എന്തൊക്കെ ടൈപ്പ് ഓഫ്? ബോട്ടാനിക്കൽ ഗാർഡൻ സർവേസ്, ആർക്കിയോളജിക്കൽ, ആന്ത്രപ്പോളജിക്കൽ, ഫോറസ്റ്റ് സർവേസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറെ കാലത്തിന് ശേഷം ആ ഒരു പേര് സെൻസസ് എന്നായി. എവറി 10 years സെൻസസ് നടത്തണമെന്നായി അല്ലെ. പിന്നെന്താണ് സെൻസസിന്റെ കാര്യം പറയുമ്പോൾ, സെൻസസ് എന്ന് പറയുമ്പോൾ മെയിൻലി എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുക? നമ്മുടെ എത്ര ആളുകൾ ഒരു പ്രൊവിൻസസിൽ ഉൾപ്പെടുന്നു, ഒരു വില്ലേജിൽ അല്ലെങ്കിൽ സിറ്റി, അവരുടെ ഏജ്, അവരുടെ കാസ്റ്റ്, റിലീജിയൻ, ഒക്യുപ്പേഷൻ, ഇത്തരം കാര്യങ്ങളാണെന്ന് ഓർക്കുക കേട്ടോ മക്കള്. പിന്നെ നമ്മൾ ടൈപ്സ് ഓഫ് സർവേ പറഞ്ഞു. ഒഫീഷ്യൽ റെക്കോർഡ്സിൽ പറയാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അത് മെയിൻലി എന്തായിരിക്കും? നമ്മൾ പല ഏരിയാസും നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ, സ്റ്റഡി നടത്തുമ്പോൾ, അതൊക്കെ കൂടുതലായിട്ട് ഇൻഫോർമേഷൻ നമുക്ക് ഡയറീസ് ഓഫ് പീപ്പിൾ ആൻഡ് അക്കൗണ്ട്സ് ഓഫ് പിലിഗ്രിംസ്, ട്രാവലേഴ്സ്, ഓട്ടോബയോഗ്രഫി അല്ലെ. പിന്നെ പോപ്പുലർ ആയിട്ടുള്ള ബുക്ക്ലെറ്റ്സ് എന്നൊക്കെ ആയിരിക്കും കൂടുതൽ ഇൻഫോർമേഷൻ കിട്ടുക. പിന്നെ ഈ ഹിസ്റ്ററീസിൽ പിന്നെ നമ്മള് അന്നത്തെ മാപ്പിംഗ് ആൻഡ് സർവേയിങ് എങ്ങനെയായിരുന്നു എന്നുള്ള പറഞ്ഞു. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞേ? ഓക്കെ, പിന്നെ പ്രിന്റിംഗ് പ്രസ്. അവിടെ പ്രിന്റിംഗ് പ്രസിന്റെ ഒരു ഇൻവെൻഷനിലൂടെ പണ്ടത്തെ കാലിയോഗ്രാഫിസ്റ്റ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്ന ടൈപ്പ് ഓഫ് റൈറ്റിംഗ് മാറി നമുക്ക് പ്രിന്റഡ് ആയിട്ടുള്ള കോപ്പീസ് ലഭിക്കാൻ തുടങ്ങി അല്ലെ. ലീഡേഴ്സും അതുപോലെ തന്നെ റിഫോമേഴ്സിനും കൂടുതലായിട്ട് എല്ലാ ഐഡിയാസും എല്ലാം കിട്ടിയിരുന്ന ഇത്തരത്തിലുള്ള പ്രിന്റഡ് കോപ്പീസിലൂടെയായി മാറി എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്നുള്ള കാര്യങ്ങളാണ് മെയിൻലി പറഞ്ഞത്. ഇത്തരം കാര്യങ്ങൾ മെയിൻലി എഴുതിയിരുന്നത് ആരായിരുന്നു? ഇറ്റ് വാസ് വെരി ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളായിരുന്നു, വിദ്യാഭ്യാസമുള്ള ആളുകളായിരുന്നു എന്ന് പറഞ്ഞു. മെയിൻലി ഹിസ്റ്റോറിയൻസ് നമ്മുടെ ട്രൈബൽസിന്റെയും പെസൻസിന്റെയും അല്ലെ പുറമേയുള്ള കാഴ്ചകൾ മാത്രം കണ്ടുകൊണ്ടാണ് അവരുടെ എഴുതിയത്. പക്ഷെ കൂടുതൽ അറിയാൻ ഇനിയുമുണ്ട്. അവരുടെ ലൈഫ് സ്റ്റൈൽസ് അല്ലെ, അവരുടെ കൾച്ചർ, മിൽസിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന്റെ ലൈഫ് സ്റ്റൈൽ, അവരനുഭവിക്കുന്ന ഇനിയും കുറെ കാര്യങ്ങൾ ഇനിയും ഉൾപ്പെടുത്താനുണ്ട്. പക്ഷെ ഇതൊക്കെ എന്താണ്? ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ് അല്ലെ. ഇതൊക്കെ തേടി പോവുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വെരി റിയലി ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മെയിൻലി ഈ സെഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു നമ്മൾ മെയിൻലി? ഫസ്റ്റ് തൊട്ട് നമ്മൾ പറയുകയാണെങ്കിൽ മാപ്സിന്റെ ഇത് പറഞ്ഞു. നമ്മുടെ ആൻഷ്യൻ ടെക്സ്റ്റ് ബ്രാഹ്മിൻസ് ബ്രിട്ടാനിയക്ക് കൊടുത്തത് അല്ലെ.
പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു, കൊളോണിയലിസം എങ്ങനെയാണ് കൊളോണിയലിസത്തിന്റെ വരവ് എന്ന് പറഞ്ഞു, ബ്രിട്ടീഷുകാർ കോൺക്വർ ചെയ്തത് പറഞ്ഞു. പിന്നെ ജെയിംസ് മില്ലിന്റെ ബുക്ക് ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്ന ബുക്കിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം ആ ബുക്കിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തത് ഹിന്ദു, മുസ്ലിം, ബ്രിട്ടീഷ് എന്നായിരുന്നു. പിന്നെയുള്ള ഹിസ്റ്റോറിയൻസ് ബുക്സിന് ഇന്ത്യനെ കാറ്റഗറൈസ് ചെയ്തത് ആൻഷ്യന്റ്, മിഡീവൽ, മോഡേൺ എന്നായിരുന്നു. മോഡേൺ സൊസൈറ്റി എന്ന് പറയുമ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി അഡ്വാൻസ്മെന്റ്സ് ഉണ്ടായിരുന്നു മക്കളെ. പിന്നെ എന്തൊക്കെയാണ്, സയൻസ് അല്ല എൻലൈറ്റ്മെന്റ്, അങ്ങനെ പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു. ഇത്തരം മോഡേൺ ഐഡിയൽസ് ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു മിഡീവൽ പീരീഡ് എന്ന് ഓർക്കുക. പിന്നെ വന്നത് സർവേസ് ആണ് അല്ലെ. സർവേസ് എന്ന് പറയുമ്പോൾ ബോട്ടാനിക്കൽ സർവേസ്, ടൈപ്സ് ഓഫ് സർവേസ് ഏതൊക്കെയാണ് മക്കളെ? ഇറ്റ് ഈസ് ബോട്ടാനിക്കൽ സർവേ, ആർക്കിയോളജിക്കൽ സർവേ, ആന്ത്രപ്പോളജിക്കൽ സർവേ, ഫോറസ്റ്റ് സർവേ, ആർക്കിയോളജിക്കൽ സർവേ. ഇത്തരം ടൈപ്സ് ഓഫ് സർവേസ് ഓർക്കുക. പിന്നെ അത് സെൻസസ് ആയി മാറി. സെൻസസ് എന്ന് പറയുമ്പോൾ എല്ലാ 10 വർഷം നടന്നു പോകുന്ന കാര്യമാണെന്ന് ഓർക്കുക. പിന്നെന്താണ്, ഈ ഒരു സെൻസസിൽ മെയിൻലി വന്നിട്ട് അവർ എത്ര ജനങ്ങളാണ് ഒരു പ്രൊവിൻസസിൽ അടങ്ങിയിട്ടുള്ളത്, അവരുടെ ഏജ്, അവരുടെ ഹൗസ് നമ്പർ, അവരുടെ കാസ്റ്റ്, റിലീജിയൻ, ഇത്തരം കാര്യങ്ങളാണ് കേട്ടോ മെയിൻലി പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് ഒഫീഷ്യൽ റെക്കോർഡ്സ്. ഒന്നിനെ കുറിച്ചും ഒരു ഒഫീഷ്യൽ റെക്കോർഡ്സ് നമുക്ക് കിട്ടില്ല. മെയിൻലി അവരുടെ ഡയറീസ്, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന റൂളേഴ്സിന്റെ ഡയറീസ്, പിന്നെ ആ ഒരു പിലിഗ്രിംസ്, അവിടെയുള്ള ട്രാവലേഴ്സിന്റെ കയ്യിൽ നിന്നൊക്കെ ആയിരിക്കും നമുക്ക് ഓരോ ഇൻഫോർമേഷൻ കിട്ടുക. ഓക്കെ, അപ്പോ ഈ ഒരു സെഷനിൽ മെയിൻലി ഇത്തരം ഹിസ്റ്റോറിക്കൽ ഡേറ്റ്സ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ക്രോണോളജിക്കൽ മാനറിൽ വന്നപ്പോൾ എല്ലാ ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങിയത് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.